ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ്. ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. കുറച്ച് ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അതിന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് നമുക്ക് വേണ്ടത്. 2 പേർക്കുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നേരത്തേക്കിന്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യണം. നമുക്ക് ചിക്കനിലേക്ക് 2 സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും തക്കാളി 1 അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സവാള നല്ലതായിട്ട് ഫ്രൈ ചെയ്തത് അതും ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. പിന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം 3 സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നല്ലതായിട്ട് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. ഒരു തവ വെച്ചതിന് ശേഷം കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. വെള്ളമില്ലാതെ ആവി തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ കറിവേപ്പിലയും ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ചെറിയ ബിരിയാണി അരിയാണ് മേടിച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 1/2 അവർ വയ്ക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനിയും അരി വേവിക്കുന്നത് നോക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ബേസ് ലീഫ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരി വീർത്ത് വെച്ചിരുന്ന അരി ഒന്ന് നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചിക്കൻ ജ്യൂസ് കൂടി ഇട്ട് വേണം ഇളക്കിയെടുക്കാനും. അരി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് അളന്ന് 2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം കുറച്ച് ഉപ്പും ഇട്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില നല്ലപോലെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മണമായിരിക്കും നമ്മുടെ ബിരിയാണി വേവിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അടച്ച് വേവിച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. അപ്പം വെന്ത് വന്നു, ചോറ് വെന്ത് കഴിഞ്ഞപ്പം നമുക്കതിനകത്ത് ബിരിയാണി മസാല ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ്റെ ആവിയിൽ വേവിച്ച് വെന്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് മുകളിലേക്ക് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തവ അടിയിൽ വെച്ചിട്ട് ഒന്ന് ദം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ കണ്ടിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആവി തന്നെ വേവിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ബൈ.